INTA UGC നെറ്റ് എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നിരിക്കുകയാണ്. ഏകദേശം ഇനി ഒരു മാസം കൂടെയൊക്കെ നമുക്ക് എക്സാമിനുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ്റെ ഒരു ചൂടിൽ പീക്ക് സ്റ്റേജിൽ എത്തിയിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നന്നായി തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നെറ്റ് നമ്മുടെ കൂടെ ഇങ്ങ് പോരും. നെറ്റും JRF ഒക്കെ നമ്മുടെ കൂടെ ഇങ്ങോട്ട് പോരട്ടെ. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ടുള്ള ഒരു പഠനത്തിലേക്ക് അതിൻ്റെ ഒരു നല്ല ചൂടിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പഠനം ഒന്നുകൂടി ചിട്ടയാക്കാൻ വേണ്ടിയിട്ട് ഒരു 30 ഡേ സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വൺസ് അഗെയിൻ എല്ലാവർക്കും വെൽക്കം ടു IPLUS ട്രെയിനിങ് സൊല്യൂഷൻസ്. UGC നെറ്റ് ഹിസ്റ്ററിയുടെ 30 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണല്ലേ. അതായത് നെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അധ്യാപനം, കോളേജ് അധ്യാപനമാണ് അല്ലേ. കോളേജ് അധ്യാപനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മിക്കവരും നെറ്റ് ക്ലിയർ ചെയ്യാനായിട്ട്, അതുപോലെ PhD എൻട്രൻസ് ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നെറ്റിന് വരുന്നത് എല്ലാവരും അല്ലേ, നെറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഫ്രെയിം ചെയ്തിട്ടുള്ള ആ ഒരു ചട്ടക്കൂടിൽ കൂടെ തന്നെ പോകാൻ വേണ്ടി നിങ്ങൾക്ക് ബേസിക്കലി താല്പര്യം ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു വേ ഓഫ് സ്റ്റഡി ഉണ്ടായിരിക്കും, ഒരു സ്റ്റൈൽ ഓഫ് സ്റ്റഡി ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റൈലോട് കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. സെൽഫ് സ്റ്റഡി തന്നെയാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മളുടേതായിട്ടുള്ള രീതി, അതായത് കൃത്യമായിട്ട് ഇപ്പോൾ ഞാനൊരു ഇന്ന സമയം ഇപ്പോൾ രാവിലെ 9 മണി തൊട്ട് ഒരു 12 മണി വരെ പഠിക്കുക, അങ്ങനെ ഞാൻ കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയണം. നിങ്ങൾക്ക് ചിലപ്പോൾ അത്രയും സമയം പഠിക്കാനോ അല്ലെങ്കിൽ ആ ഒരു സമയം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കണം എന്നില്ല. പലരും ഗ്രൗൺ അപ്പ് ആയിട്ടുള്ളവരാണ്, ഫാമിലി ഉള്ളവരാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈം ഷെഡ്യൂളൊക്കെ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യണതാണ് ബെറ്റർ. ഓക്കെ, അതിപ്പോൾ ഞാൻ ഫ്രെയിം ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ എനിക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റുമെന്നോ അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്നാലും ജസ്റ്റ് ഒരു ഓവർവ്യൂ എന്നുള്ള ലെവലിലാണ് ഈ ഒരു 30 ഡേ സ്റ്റഡി പ്ലാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നെറ്റ് എക്സാമിന് മാത്രമല്ല ഏതൊരു എക്സാമിന് പോവുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു എക്സാമിൻ്റെ സിലബസ് നമ്മൾ മസ്റ്റായിട്ടും അനലൈസ് ചെയ്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സിലബസിൻ്റെ ഒരു ഫുൾ സിലബസ്, നമുക്ക് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ് നെറ്റ് ഹിസ്റ്ററിക്ക് ഉള്ളത്. നമുക്ക് വേൾഡ് ഹിസ്റ്ററി കോണ്ടെക്സ്റ്റ് എന്നുള്ള പോർഷൻസ് ഒഴിച്ച് ബാക്കി അത്യാവശ്യം പോർഷൻസ് നമുക്ക് നമ്മുടെ നെറ്റ് ഹിസ്റ്ററി എക്സാമിനേഷന് നമുക്ക് വരുന്നുണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ, ഹിസ്റ്റോറിയോഗ്രാഫി എല്ലാം തന്നെ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ റിസർച്ച് പേപ്പറിൻ്റെയും കുറച്ച് പോർഷൻസ് നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ സിലബസിൽ. അപ്പോൾ നമുക്ക് 10 യൂണിറ്റുകളാണ് നമ്മുടെ സിലബസിലുള്ളത്. ഈ 10 യൂണിറ്റിനെയും നമ്മുടെ കോഴ്സിൽ ഓരോ യൂണിറ്റിനെയും 5 പാർട്ട് വെച്ചിട്ട് അങ്ങനെ ടോട്ടലി 50 പാർട്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 10 യൂണിറ്റുകൾ നമുക്കുണ്ട്. ആ ഓരോ 10 യൂണിറ്റിനെയും 5 പാർട്ടാക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കോഴ്സ് എടുത്തിട്ടുള്ളവർക്ക് അറിയാം, നമ്മുടെ ആപ്പിൽ കൃത്യമായിട്ട് ആ ഒരു ഷെഡ്യൂളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. കോഴ്സിൽ നമ്മുടെ ക്ലാസ്, അതിനൊപ്പം തന്നെ അതിൻ്റെ നോട്ട്സ്, അതിനോടനുബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതല്ലാതെ തന്നെ ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും PYQs നമ്മൾ ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ എക്സാം ഒക്കെ ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാവുള്ളൂ. അതല്ലാതെ നമ്മളിങ്ങനെ ഉരുവിട്ട് പഠിച്ചുകൊണ്ടൊന്നും അത്രയും ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കില്ല. അതിനേക്കാളൊക്കെ ബെറ്റർ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് പഠിക്കുകയാണ്. നമുക്ക് CBT മോഡ് എക്സാം ആണല്ലോ, അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ തന്നെ അറ്റൻഡ് ചെയ്ത് പഠിക്കണത് നമുക്ക് ആ ഒരു ടൈം കൺസ്യൂമിംഗ് ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇമ്പോർട്ടൻ്റ് ഏരിയാസ് എന്ന് പറയുമ്പോൾ, അതായത് നിങ്ങൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇമ്പോർട്ടൻ്റ് ഏരിയാസ് എന്ന് പറയുമ്പോൾ സോഴ്സസിനെ കുറിച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ധാരാളം ക്വസ്റ്റ്യൻസ് സോഴ്സസ് എന്നുള്ള ആ ഒരു സെക്ഷനിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ അതുപോലെ സൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതായത് സൈറ്റ്, അതിൻ്റെ ഒരു ആ സൈറ്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആർട്ടിഫാക്റ്റ്, അതിൻ്റെ പ്രത്യേകതകൾ, അത് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത് വ്യക്തി ആരാണ്, അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ മറാത്ത നമുക്കൊരു ചെറിയ പോർഷനായിട്ടൊക്കെ തോന്നുമെങ്കിലും മറാത്ത ഏരിയയിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ റെഗുലേഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടല്ലോ ബ്രിട്ടീഷ് ഇന്ത്യയിൽ, അത് പിന്നെ കുറച്ചധികം ടേംസ് നമ്മുടെ സിലബസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ടേംസ് പറയുന്നുണ്ട് അല്ലേ. ആ ടേംസിനെ കുറിച്ചിട്ട്, അതുപോലെ വേദിക് പീരീഡിൽ നിന്നൊക്കെയുള്ള ധാരാളം ടേംസിനെ കുറിച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. പിന്നെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ, അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ആ ഒരു സിഗ്നിഫിക്കൻസോട്, ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി തന്നെ നിങ്ങൾ ഓരോ ടോപ്പിക്കിനെയും അപ്രോച്ച് ചെയ്യേണ്ടതാണ്. അതായത് ജസ്റ്റ് വൺ വേർഡ് എന്നുള്ള ലെവലിൽ ആ ഒരു സിഗ്നിഫിക്കൻസോട് കൂടി മാത്രം പഠിക്കാതെ ഈ ഒരു ഏരിയയിൽ നിന്ന്
ഇന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അതൊക്കെ ഞാൻ ഓരോ വീഡിയോയിലും പറഞ്ഞിട്ടുള്ള ഓരോ ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇതല്ലാതെ തന്നെ നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയാസിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആപ്പ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എക്സ്ട്രാ ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനിൽ കിടക്കുന്നുണ്ട്. എക്സ്ട്രാ ടോപ്പിക്സ് എന്നുള്ള സെക്ഷനിൽ ഏറ്റവും താഴെയായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും ആ ഒരു വീഡിയോ. നിങ്ങൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിൽ ഓരോ പോർഷനിൽ നിന്നും എത്രയൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ അങ്ങനെ അതിൽ ഇൻഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് അറിയാം. ഇനി നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് വരുമ്പോൾ നമുക്ക് ടോട്ടൽ ഏകദേശം ഒരു 30 ദിവസം നമുക്ക് കൺസിഡർ ചെയ്യാം. ആ ഒരു 30 ദിവസം നമ്മൾ നോക്കുമ്പോൾ എന്തായാലും ഓരോ ദിവസം ഓരോ മൊഡ്യൂൾ അല്ലെങ്കിൽ ഓരോ പാർട്ട് എന്ന് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ സെറ്റിൻ്റെ ചെയ്ത പോലെ ഒന്നും നമുക്ക് ചെയ്യാനുള്ള സമയമില്ല അല്ലേ. അങ്ങനെ നമ്മൾ ആദ്യം തൊട്ട് പഠിക്കാനുള്ള സമയമില്ല. നിങ്ങൾ എന്തായാലും നെറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എഫേർട്ട് എടുത്ത് പഠിക്കേണ്ടതാണ്. നിങ്ങൾ ഓൾറെഡി എല്ലാം ഒന്ന് പഠിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് പൊടി തട്ടിയെടുത്ത് ഒന്ന് റിഫ്രഷ് ചെയ്യാണ് ഈ ഒരു 30 ദിവസം കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ആദ്യത്തെ 10 ദിവസം എന്ന് പറയുന്നത് 30 ദിവസത്തിലെ ആദ്യത്തെ 10 ദിവസം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത്, ഇപ്പോൾ അതായത് പ്രോ ആണോ അല്ലെങ്കിൽ ഒരു മീഡിയം മോഡറേറ്റ് ലെവലാണോ അല്ലെങ്കിൽ അത്രയും ലോ ആണോ, അങ്ങനെ ഒരു സെൽഫ് ഇവാലുവേഷൻ നിങ്ങൾ നടത്തുക. അതായത് നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഏതൊക്കെയാണ് എന്നൊക്കെ ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. ഓരോ പോർഷൻസ് പഠിക്കുമ്പോൾ ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും ഇന്ന ഏരിയകൾ എനിക്ക് വീക്കാണ്, ഇന്ന ഏരിയകൾ എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത ഏരിയകളാണ്, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് അനലൈസ് ചെയ്യുക. ഒരു 10 ദിവസം എടുത്തിട്ട് നിങ്ങൾ ഓരോ പോർഷൻസ് വായിച്ചു നോക്കുമ്പോഴും ഒക്കെ നിങ്ങളൊന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക, ഒന്ന് അനലൈസ് ചെയ്യുക. എന്നിട്ട് അതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് അത് ഒന്ന് പ്രിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു വീക്ക് ഏരിയാസിലേക്ക് നിങ്ങൾ ഒരു ഫോക്കസ് കൊടുക്കുക. പിന്നെയുള്ള 15 ദിവസം നിങ്ങൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഏരിയാസ് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഇന്ന ഏരിയയിൽ നിന്ന് ഇത്ര ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ധാരാളമായിട്ട് വന്ന് കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതല്ലാതെ നിങ്ങളിങ്ങനെ PYQs ഒക്കെ ചെക്ക് ചെയ്യുമല്ലോ, അപ്പോഴും മനസ്സിലായിട്ടുണ്ടാവും ഇന്ന പോർഷനിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഏരിയയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ആ ഒരു 15 ദിവസം നിങ്ങൾ അത്തരം ഏരിയകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ ഒന്നും കൂടി നിങ്ങൾ ഒന്ന് സ്പെസിഫൈ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ 5 ദിവസം നിങ്ങളൊരു ഫൈനൽ റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. 5 ദിവസം ഫൈനൽ റിവിഷനായിട്ട്, അതായത് ഓരോ യൂണിറ്റുകളും ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ ക്ലാസ്സിൽ എപ്പോഴും പറയുന്നതാണ് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റഡി നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റഡി നോട്ട് നോക്കിയിട്ട് അത് ചെറിയ ചെറിയ പോയിന്റുകളായിട്ട് നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് പറയാറുള്ളതാണ്. അപ്പോൾ ആ ചെറിയ പോയിന്റുകൾ നോക്കി മനസ്സിലാക്കിയിട്ട് ഒരു ഫൈനൽ റിവിഷൻ എന്നുള്ള ലെവലിൽ ആ ഒരു 5 ദിവസം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ലാസ്റ്റ് ഒരു 5 days കൂടി നമുക്കുണ്ട്. അതിൽ നമ്മൾ PYQ പ്രാക്ടീസിങ്ങിന് മാത്രമായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഈ PYQs എന്ന് പറയുമ്പോൾ നിങ്ങൾ മാക്സിമം PYQs കളക്ട് ചെയ്ത് CBT മോഡിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ആപ്പിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതല്ലാതെയും നമ്മുടെ നെറ്റിൻ്റെ NTA സൈറ്റിലും ഒക്കെ ഇത്തരത്തിൽ CBT മോഡ് പ്രാക്ടീസ് അവൈലബിൾ ആണ്. ദെൻ അത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുന്നതായിരിക്കും കൂടുതൽ പ്രിഫറബിൾ. ദെൻ അതല്ലാതെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് സ്വയമായിട്ട് ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് അത്ര സമയത്തിനുള്ളിൽ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ലെവലൊക്കെ ആയിട്ട് ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഒരു 5 ദിവസം നിങ്ങൾ PYQs ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് എന്തായാലും ഇത്തവണത്തെ നെറ്റ് തന്നെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇത്തവണത്തെ നെറ്റ് തന്നെ കിട്ടട്ടെ. IPLSന്റെ ഭാഗത്തു നിന്നും എൻ്റെ പേഴ്സണലിയും എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു.